അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ തജ്വീദ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരിക്ക് അടയാളം നൽകാം. ചോദ്യം 1. വായയുടെ ഉൾഭാഗത്തിന് പറയും. അപ്പോൾ അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും 2 ഓപ്ഷൻ വീതം നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായ ഓപ്ഷന് നേരെ മാത്രം ശരി ഇടാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് വായയുടെ ഉൾഭാഗത്തിന് പറയും. എന്താണ് പറയുക? ജൗഫ്. അപ്പോൾ അവിടെ ജൗഫ് എന്നുള്ളതിന് നേരെയാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ലമ്മിനെ നീട്ടാൻ ഉപയോഗിക്കും. എന്താണ്? വാവിനെ, യാഇനെ. അപ്പൊ ലമ്മിനെ നീട്ടാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? വാവിനെയാണ്. അപ്പൊ വാവിനെ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് ഫതഹിനെ നീട്ടാൻ ഉപയോഗിക്കും. കെസുറിനെ, അലിഫിനെ. അപ്പൊ ഫതഹിനെ നീട്ടാൻ അലിഫിനെയാണ്. അപ്പൊ അവിടെ അലിഫിനെ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തത് തൊണ്ടയുടെ മുകൾ അറ്റം. തൊണ്ടയുടെ മുകൾ അറ്റം. വസ്തുൽ ഹൽഖി, അദ്നൽ ഹൽഖി. എന്താണ് പറയുക? അദ്നൽ ഹൽഖി എന്നാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത് തൊണ്ടയുടെ മദ്യം. അപ്പൊ തൊണ്ടയുടെ മദ്യത്തിന് എന്താണ് പറയുക? അക്സൽ ഹൽഖി, വസ്തുൽ ഹൽഖി. എന്താണ് പറയുക? വസ്തുൽ ഹൽഖി എന്നാണ്. അപ്പൊ തൊണ്ടയുടെ മദ്യത്തിന് വസ്തുൽ ഹൽഖി എന്നാണ് പറയുക. അപ്പൊ അതിന് നേരെ എന്ത് ചെയ്യുക? ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ ഭാഗമാണ് മഖ്റജ് വ്യക്തമാക്കാം. അപ്പൊ താഴെ കുറച്ച് അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മഖ്റജ് വ്യക്തമാക്കിയിട്ട് എഴുതുക. അപ്പൊ ഒന്നാമത്തത് ഫാ എന്ന അക്ഷരമാണ്. അപ്പൊ അതിന്റെ മഖ്റജ് എങ്ങനെ വരും? മേലെ മുൻപല്ലിന്റെ തലയും താഴെ ചുണ്ടിന്റെ പള്ളയും. അതാണ് ഫാഇന്റെ മഖ്റജ്. മേലെ മുൻപല്ലിന്റെ തലയും താഴെ ചുണ്ടിന്റെ പള്ളയും. ഇനി രണ്ടാമത്തെ ഭാഗം ജീമ്, ഷീന്, യാ. അപ്പൊ ഇവയുടെ മഖ്റജ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എവിടെയാണ്? നാവിന്റെ മധ്യവും അതോട് നേരിടുന്ന അണ്ണാക്കും. നാവിന്റെ മധ്യവും അതോട് നേരിടുന്ന അണ്ണാക്കും. അതാണ് ഈ 3 അക്ഷരത്തിന്റെയും മഖ്റജായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തത് ലാമാണ്. ലാമിന്റെ മഖ്റജ് എവിടെയാണ്? നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ ഊനും. ഒന്നുകൂടെ നോക്കാം. നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ ഊനും. അതാണ് ലാമിന്റെ മഖ്റജ്. ഇനി അവസാനത്തത് നാലാമത്തത് റാ. റാഇന്റെ മഖ്റജാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം നാവിന്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിന്റെ ഊനും. ഇതാണ് റാഇന്റെ മഖ്റജ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ അക്ഷരം നോക്കിയിട്ട് അതിന്റെ മഖ്റജുകൾ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി മൂന്നാമത്തെ ഭാഗമാണ് പൂർത്തിയാക്കാം. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ബായിൽ മേലെ ചുണ്ട് താഴെ ചുണ്ടിന്റെ പള്ളയിൽ അല്പം, ബാക്കി എന്ത് വരും? അമർത്തി തൊടണം എന്നാണ്. അമർത്തി തൊടണം. രണ്ടാമത്തത് നോക്കാം. മീമിൽ 2 ചുണ്ടിന്റെ തെല്ല് മുഴുവനും തൊടണം. അപ്പോൾ ഇവിടെ മുഴുവനും തൊടണം എന്നുള്ളതാണ് പൂരിപ്പിച്ചെഴുതാനുള്ളത്. ഇനി മൂന്നാമത്തത് ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് ഖുർആൻ പഠിക്കേണ്ടത്. അപ്പൊ അവിടെ പഠിക്കേണ്ടത് എന്നുള്ളതാണ് പൂരിപ്പിച്ചെഴുതാനുള്ളത്. ഇനി നാലാമത്തത് അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. അപ്പൊ അവിടെ അടിസ്ഥാന ഗ്രന്ഥമാണ് എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി അഞ്ചാമത്തെ ചോദ്യം വാ, ദാല്, സാ. നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ താഴെ അറ്റവും. അപ്പോൾ അവിടെ താഴെ അറ്റവും എന്നുള്ളതാണ് പൂരിപ്പിച്ചെഴുതാനുള്ളത്. ഇനി നാലാമത്തെ ഭാഗം
ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 3 ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ഏതാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? ഏതാണ്? വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത്. ഇനി രണ്ടാമത്തത്, നാവിൽ നിന്ന് എത്ര അക്ഷരങ്ങൾ പുറപ്പെടുന്നു? നാവിൽ നിന്ന് മാത്രമായിട്ട് എത്ര അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്? എത്രയാണ്? 18. അപ്പൊ അവിടെ 18 എന്ന് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം, തജ്വീദ് എന്ന് പറയുന്നത് എന്തിനാണ്? അപ്പൊ എന്തിനാണ് തജ്വീദ് എന്ന് പറയുന്നത്? ഉത്തരം, ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്കാണ്. ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഭാഗമാണ് യോജിപ്പിക്കാം. അപ്പോൾ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിനോട് യോജിച്ചത് എവിടെയുണ്ട്? ആ മൂന്നാമത്തെ ഭാഗത്തുണ്ട്. അപ്പോൾ ഏതാണോ ശരിയായത് അത് ഓരോന്നിൻ്റെയും നേരെ രണ്ടാമത്തെ എഴുതാനുള്ള ഭാഗത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം, ഷഫത്താനി. ഷഫത്താനി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? തരിമൂക്ക് എന്നാണോ? ശബ്ദം കനപ്പിക്കൽ എന്നുള്ളതാണോ? 2 ചുണ്ടുകൾ എന്നുള്ളതാണോ? നീട്ടൽ എന്നാണോ? ശബ്ദ രീതി എന്നാണോ? ശബ്ദം നേർപ്പിക്കൽ എന്നാണോ? ഏതാണ്? ഒന്നാമത്തത് ഷഫത്താനി എന്നുള്ളത് നമ്മൾ പഠിച്ചത് ഏതാണ്? 2 ചുണ്ടുകൾ എന്നാണ്. അപ്പൊ അവിടെ ആ 2 ചുണ്ടുകൾ എന്നതിന് നേരെ എഴുതുക. 2 ചുണ്ടുകൾ എന്നുള്ളതാണ് ഒന്നാമത്തതിന് നേരെ എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തത് സ്വിഫാത്ത്. സ്വിഫാത്ത് എന്നുള്ളത് നേരെ എഴുതാനുള്ളത് ഏതാണ്? ശബ്ദ രീതി. ശബ്ദ രീതിക്കാണ് സ്വിഫാത്ത് എന്ന് പറയുക. ഇനി മൂന്നാമത്തത് ഖൈഷൂം. ഖൈഷൂം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? തരിമൂക്ക്. അപ്പൊ തരിമൂക്ക് എന്നവിടെ എഴുതി കൊടുക്കുക. നാലാമത്തത് മദ്. മദ് എന്നുള്ളത് എന്താണ്? നീട്ടൽ. അപ്പൊ നീട്ടൽ എന്ന് ആ മദ്ദിന് നേരെ എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് തഫ്ഹീം എന്നുള്ളതാണ്. അപ്പം ശബ്ദം കനപ്പിക്കൽ. തഫ്ഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം കനപ്പിക്കൽ. ഇനി ആറാമത്തത് തർക്കീക്ക് എന്നുള്ളതാണ്. തർക്കീക്ക് എന്നുള്ളതിന്റെ അർത്ഥം ശബ്ദം നേർപ്പിക്കൽ. അപ്പൊ ശബ്ദം നേർപ്പിക്കൽ എന്ന് അവിടെ എഴുതി കൊടുക്കുക. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഹർഫുകൾ വേർതിരിക്കാം. താഴെ 2 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഹുറൂഫുൽ ഹൽഖി, ഹുറൂഫുൽ ലിസാനി. അപ്പൊ അവിടെ ബ്രാക്കറ്റിൽ കുറച്ച് അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. സ്വാദ്, ഹ, സീന്, ഹ. അതിൽ ഹുറൂഫുൽ ഹൽഖ് ഏതാണ്? ഹുറൂഫുൽ ഹൽഖ്. ഹുറൂഫുൽ ഹൽഖ് ഏതാണ്? ഹാഉം ഹാഉമാണ്. അപ്പൊ ഇവിടെ ഹാഉം എടുത്തെഴുതുക. ഇനി രണ്ടാമത്തത് ഹുറൂഫുൽ ലിസാൻ ഏതൊക്കെയാണ്? സ്വാദ്, സീന്. അപ്പം ആ ഒരു രൂപത്തിൽ എഴുതുക. ദുആവസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.